അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സാധാരണ വചനത്തെക്കുറിച്ചല്ല. ഇത് വെറും ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിത്തീർക്കേണ്ട വരികളല്ല, ജിന്നുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു കവചം മാത്രവുമല്ല. ഇതൊരാത്മീയ വിപ്ലവത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഖുർആനിൻ്റെ ഹൃദയതാളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ദിവ്യ സിംഹാസന വചനം ആയത്തുൽ കുർസി. മനുഷ്യൻ്റെ അഹന്തയെ കീഴ്പ്പെടുത്തുന്ന, ഞാൻ എന്ന ഭാവത്തെ നിഷ്പ്രഭമാക്കുന്ന, സ്വയം ഭരണത്തിൻ്റെ മിഥ്യാഭ്രമങ്ങളെ തകർത്തെറിയുന്ന ഒരു മഹാപ്രഖ്യാപനമാണിത്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് വിശേഷിപ്പിച്ചത് വെറും പുണ്യത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു പരിവർത്തനത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് നാം ആയത്തുൽ കുർസിയെ കേൾക്കുകയല്ല, മറിച്ച് അതിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ അപരനെ ഇതെങ്ങനെ വെളിപ്പെടുത്തുന്നു എന്ന് നാം കാണും. നിങ്ങൾ കെട്ടിപ്പൊക്കിയ ഞാൻ എന്ന കോട്ടകളെ ഇതെങ്ങനെ തകർക്കുന്നു എന്ന് നാം അനുഭവിക്കും. ഈ സംസാരം അവസാനിക്കുമ്പോൾ നിങ്ങൾ ആയത്തുൽ കുർസിയെ പഴയതുപോലെ ആവില്ല നോക്കിക്കാണുക. കാരണം ഈ വചനങ്ങൾ ഇനി നിങ്ങളുടെ നാവിൽ നിന്നല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നായിരിക്കും പുറപ്പെടുക. മഹാനായ സൂഫി വര്യൻ ഇബ്നു അറബിയുടെ ദർശനത്തിൽ ഈ സൂക്തത്തിൻ്റെ യഥാർത്ഥ വിസ്മയം ജിന്നുകളിൽ നിന്നോ കണ്ണേറിൽ നിന്നോ ഉള്ള സംരക്ഷണമല്ല, മറിച്ച് നിങ്ങളുടെ അഹന്തയെ അഥവാ ഈഗോയെ, നിങ്ങളെ വേദനകളിൽ തളച്ചിട്ടിരിക്കുന്ന ആ വ്യാജ സ്വത്വത്തെ വേരോടെ പിഴുതെറിയാനുള്ള ശക്തിയാണതിനുള്ളത്. ഈ വാക്കുകളുടെ കോർവയ്ക്കും ഇതിലെ ഓരോ അക്ഷരത്തിനും നിങ്ങൾക്കും അള്ളാഹുവിനുമിടയിലുള്ള ആ വലിയ മതിരിനെ എങ്ങനെയാണ് തകർക്കാൻ കഴിയുന്നതെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. ആയത്തുൽ കുർസിയിലൂടെ ഇബ്നു അറബി കണ്ട ആത്മീയ സത്യം ഒരിക്കൽ നിങ്ങൾ തൊട്ടറിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ ഈ സൂക്തം പഴയതുപോലെ പാരായണം ചെയ്യില്ല. ഭൂരിഭാഗം ആളുകളും ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുന്നത് ഉറങ്ങുന്നതിന് മുമ്പോ വീട്ടിൽ പ്രവേശിക്കുമ്പോഴോ ഒരു സംരക്ഷണ കവചമെന്ന നിലയ്ക്കാണ്. അത് അതിശക്തമാണെന്നവർക്കറിയാം, പക്ഷേ അതിൻ്റെ ആന്തരികമായ രസതന്ത്രം പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു. ഇബ്നു അറബി വർഷങ്ങളോളം ഈ സൂക്തത്തിൻ്റെ ആഴങ്ങളിൽ മുഴുകിയപ്പോൾ കണ്ടെത്തിയത് ഇതൊരു വെറും മന്ത്രമല്ല എന്നാണ്, മറിച്ച് അഹന്തയെ തകർത്തെറിയാനുള്ള കൃത്യമായൊരു തകർക്കൽ രൂപരേഖയാണ്, അഥവാ ഡിമോളിഷൻ ബ്ലൂ പ്രിൻ്റാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സർവത്തിനെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഈ വരികളിലൂടെയാണ് ആ ദിവ്യപ്രവാഹം ആരംഭിക്കുന്നത്. ആദ്യ വാചകത്തിൽ തന്നെ നമ്മുടെ നഫ്സിനെ അഥവാ അഹന്തയ്ക്കുമേലുള്ള ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ ഞാൻ എന്ന ഭാവം, നിങ്ങൾ സ്വതന്ത്രമായി നിലനിൽക്കുന്നു എന്ന നിങ്ങളുടെ ഉറച്ച വിശ്വാസം, ഇതെല്ലാം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. അള്ളാഹു എന്തു ചെയ്തു എന്നോ അവൻ എന്തു സൃഷ്ടിച്ചു എന്നോ അല്ല ഈ സൂക്തം ആദ്യം പറയുന്നത്, പകരം അവൻ എന്താണ് എന്നാണ്, അതായത് ഏകമായ യഥാർത്ഥ അസ്തിത്വം. നിങ്ങൾ ഉൾപ്പെടെ പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാം നിലനിൽക്കുന്നത് അവനിൽ നിന്ന് അസ്തിത്വം കടമെടുത്തുകൊണ്ട് മാത്രമാണ്. ഈ വരികളുടെ അർത്ഥം ഹൃദയം കൊണ്ട് തൊടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു വിള്ളൽ വീഴുമെന്ന് ഇബ്നു അറബി നോക്കിക്കണ്ടു. ഞാനൊരു പ്രത്യേക വ്യക്തിയാണ്, എൻ്റെ ജീവിതം എൻ്റെ തീരുമാനങ്ങളാണ് എന്ന സ്വയം ഭരണത്തിൻ്റെ മിഥ്യാഭ്രമത്തിലാണ് അഹന്ത ജീവിക്കുന്നത്. എന്നാൽ ആയത്തുൽ കുർസിയുടെ ഈ ആദ്യ വരി പ്രഖ്യാപിക്കുന്നത് അവൻ്റേതല്ലാതെ മറ്റൊരു സ്വതന്ത്ര അസ്തിത്വം ഇല്ല എന്നാണ്. സത്യത്തിൽ നിങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ കേന്ദ്രമല്ല, മറിച്ച് അനന്തമായ സമുദ്രമാണെന്ന് സ്വയം തെറ്റിദ്ധരിച്ച വെറുമൊരു തിരമാല മാത്രമാണ് നിങ്ങൾ. സമുദ്രമില്ലാതെ തിരമാലയ്ക്ക് നിലനിൽപ്പില്ലെന്ന തിരിച്ചറിവാണ് അഹന്ത കേൾക്കുന്ന ആദ്യ പ്രഹരം. സൂക്തം അതിൻ്റെ പ്രയാണം തുടരുന്നു. ലാ തഅഖുദുഹു സിനതും വലാ നൗം. അവനെ മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. ഇവിടെയാണ് ഇബ്നു അറബി അഹന്തക്കേറ്റ രണ്ടാമത്തെ പ്രഹരം ദർശിച്ചത്. നമ്മുടെ നഫ്സ് അഥവാ അഹന്ത എപ്പോഴും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് താൻ എല്ലാറ്റിൻ്റെയും നിയന്ത്രണത്തിലാണെന്നും സ്വന്തം കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവനാണെന്നുമാണ്. എന്നാൽ പച്ചറായ യാഥാർത്ഥ്യം എന്താണ്? നിങ്ങൾക്ക് തുടർച്ചയായി ബോധത്തോടെ ഇരിക്കാൻ പോലും കഴിയില്ല എന്നതാണ് സത്യം. ഓരോ രാത്രിയിലും നിങ്ങളുടെ എല്ലാ അധികാരങ്ങളും നിയന്ത്രണങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രകൃതി നിങ്ങളെ അബോധാവസ്ഥയുടെ ഉറക്കത്തിൻ്റെ തടവുകാരനാക്കുന്നു. സ്വന്തം ബോധത്തെപ്പോലും പിടിച്ചു നിർത്താൻ കഴിയാത്തത്ര ദുർബലനാണ് മനുഷ്യൻ. എന്നാൽ അല്ലാഹു അവനെ മയക്കം പോലും സ്പർശിക്കുന്നില്ല. അവൻ ഒരിക്കലും നിയന്ത്രണം വിടുന്നില്ല, ഒരിക്കലും അബോധാവസ്ഥയിലാകുന്നുമില്ല. അനന്തമായ ഈ ജാഗ്രതയുമായി സ്വന്തം ദൗർബല്യത്തെ താരതമ്യം ചെയ്യുമ്പോൾ അഹന്തയുടെ അടിത്തറ ഇളകുന്നു. തൻ്റെ സർവാധിപത്യം വെറും തോന്യാസം മാത്രമാണെന്നും ഉറക്കത്തിനു പോലും കീഴടങ്ങുന്ന താൻ എത്രയോ നിസ്സാരനാണെന്നുമുള്ള തിരിച്ചറിവ് നഫ്സിനെ അങ്ങേയറ്റം വിനീതമാക്കുന്നു. ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സൂക്തം മുന്നോട്ട് നീങ്ങുന്നു. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്.
ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാണ്. അഹന്തയുടെ നിലനിൽപ്പ് തന്നെ ഉടമസ്ഥാവകാശത്തിലാണ്. എൻ്റെ വീട്, എൻ്റെ സമ്പാദ്യം, എൻ്റെ കുടുംബം, എൻ്റെ കരിയർ എന്നിങ്ങനെ എല്ലാറ്റിനും ചുറ്റും എൻ്റെ എന്ന മതിൽ കെട്ടാനാണ് നഫ്സ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ വരി ആ മതിലുകളെ ഓരോന്നായി തകർത്തെറിയുന്നു. പ്രപഞ്ചത്തിൻ്റെ അധിപൻ അല്ലാഹുവാണെന്നും മറ്റാരും ഇവിടെ ഒന്നിൻ്റെയും ഉടമയല്ലെന്നും അത് പ്രഖ്യാപിക്കുന്നു. ഒന്നും യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല. ശൂന്യമായ കൈകളോടെ ഈ ലോകത്തേക്ക് വന്ന നിങ്ങൾ അതേ ശൂന്യതയോടെ തന്നെ മടങ്ങുകയും ചെയ്യും. ഇന്ന് നിങ്ങളുടെ പക്കലുള്ളതെല്ലാം താൽക്കാലികമായി നിങ്ങളെ ഏൽപ്പിച്ച ഒരു സൂക്ഷിപ്പ് മുതൽ ട്രസ്റ്റ് മാത്രമാണ്. നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്ന നിമിഷം നിങ്ങൾ എൻ്റേത് എന്ന് നെഞ്ചോട് ചേർത്തതെല്ലാം മറ്റൊരാളുടേതായി മാറും. ഇബ്നു അറബി കുറിച്ചു, നഫ്സിനെ പോഷിപ്പിക്കുന്ന അത്യാഗ്രഹത്തിൻ്റെയും ആസക്തിയുടെയും വേരുകൾ അറുത്തുമാറ്റുന്ന മൂർച്ചയുള്ളൊരു ബ്ലേഡ് പോലെയാണ് ഈ വരികൾ പ്രവർത്തിക്കുന്നത്. ഞാൻ ഉടമയല്ല, വെറുമൊരു പ്രതിനിധി മാത്രമാണ് എന്ന തിരിച്ചറിവ് അഹന്തയെ പാടെ തളർത്തിക്കളയുന്നു. സൂക്തം അതിൻ്റെ പാരമ്യത്തിലേക്ക് കടക്കുകയാണ്. അഹന്തയുടെ അഥവാ നഫ്സിൻ്റെ വധശിക്ഷയെന്നുപോലും വിശേഷിപ്പിക്കാവുന്ന വരികളാണിവ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അവരുടെ മുൻപിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ യാതൊന്നും അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അവൻ്റെ കുർസി ആകാശഭൂമികളിലാകെ വ്യാപിച്ചു നിൽക്കുന്നു. അവയുടെ സംരക്ഷണം അവനെ ഒട്ടും തളർത്തുന്നില്ല. അവൻ അത്യുന്നതനും മഹാനുമാകുന്നു. കുർസി എന്ന വാക്കിനെ പലപ്പോഴും ഒരു ഭൗതിക സിംഹാസനമായിട്ടാണ് വിവർത്തനം ചെയ്യപ്പെടാറുള്ളത്. എന്നാൽ ഇബ്നു അറബി ഇതിനെ കണ്ടത് അല്ലാഹുവിൻ്റെ അനന്തമായ അറിവിൻ്റെയും അധികാരത്തിൻ്റെയും സർവ്വവ്യാപകമായ പ്രഭാവമായാണ്. പ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനവും അവൻ്റെ അറിവിനും അനുവാദത്തിനും വിധേയമാണ് എന്ന അതിഭൗതിക യാഥാർത്ഥ്യമാണത്. നമ്മുടെ അഹന്ത അതിജീവിക്കുന്നത് അതിൻ്റെ അറിവില്ലായ്മയിലാണ്. തനിക്ക് കാര്യങ്ങൾ അറിയാമെന്നും പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ തനിക്ക് കഴിയുമെന്നും നഫ്സ് അഹങ്കരിക്കുന്നു. എന്നാൽ കുർസി എല്ലാ അറിവുകളെയും പൊതിഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ ആഴത്തിൽ ഒളിപ്പിച്ച രഹസ്യങ്ങളും നാളേക്കായി നിങ്ങൾ നെയ്യുന്ന പദ്ധതികളും അവനിൽ വെളിപ്പെട്ടതാണ്. നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുദിക്കുന്നതിന് മുൻപേ അവൻ അതറിഞ്ഞിരിക്കുന്നു. ഈ മഹാസത്യത്തിനു മുന്നിൽ സ്വന്തം അറിവിനെക്കുറിച്ചുള്ള അഹന്തയുടെ അവകാശവാദം പരിഹാസ്യമായി മാറുന്നു. തുടർന്ന് സൂക്തം പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്നത് അവനെ ഒട്ടും തളർത്തുന്നില്ല എന്നാണ്. ആലോചിച്ചു നോക്കുക. സ്വന്തം ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളും ബന്ധങ്ങളും ജോലിയും കൈകാര്യം ചെയ്യാൻ പോലും നാം തളർന്നു പോകുന്നു. എന്നാൽ അല്ലാഹു അവൻ കോടാനുകോടി ഗാലക്സികളെയും ഓരോ ആറ്റത്തിനുള്ളിലെ ചലനത്തെയും പ്രപഞ്ചത്തിലെ ഓരോ ജീവിയുടെയും ഹൃദയമിടിപ്പിനെയും ഒരേ സമയം തളർച്ചയില്ലാതെ പരിപാലിക്കുന്നു. സ്വന്തം ബലഹീനത ഇത്രമേൽ വ്യക്തമാകുമ്പോൾ പിന്നെ അഹങ്കരിക്കാൻ നഫ്സിന് എവിടെയാണിടം? ഒടുവിൽ അവൻ അത്യുന്നതനും മഹാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ സൂക്തം സമാപിക്കുന്നു. ഇതാണ് അഹന്തക്കേറ്റ അവസാന പ്രഹരം. മറ്റുള്ളവരെക്കാൾ ഉയരത്തിലെത്താനും മഹാനാകാനും കൊതിക്കുന്നതാണ് നഫ്സിന്റെ പ്രകൃതം. എന്നാൽ അൽ അലിയു അത്യുന്നതൻ, അൽ അലീമു മഹാൻ എന്നീ നാമങ്ങൾ എല്ലാ ഔന്നത്യവും മഹത്വവും അവനിൽ മാത്രം ലയിക്കുന്നതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മിൽ നാം കാണുന്ന ഏതു മഹത്വവും വെറും നിഴൽ മാത്രമാണ്. അത് താൽക്കാലികമാണ്, അവനിൽ നിന്ന് കടമെടുത്തതാണ്. ആയത്തുൽ കുർസി ഒരേ സമയം പല തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് ഇബ്നു അറബി പഠിപ്പിച്ചു. മിക്കവരും ഇത് പാരായണം ചെയ്യുന്നത് സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ആ സൂക്തത്തിൻ്റെ ബാഹ്യമായ തലം മാത്രമാണ്. എന്നാൽ ഇതിലെ ഓരോ വാക്കും നിങ്ങളുടെ അഹന്തയോട് നേരിട്ട് സംവദിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞു പാരായണം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആഴത്തിലുള്ള മാറ്റം സംഭവിക്കുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു എന്ന് നിങ്ങൾ ഉരുവിടുമ്പോൾ ആ സത്യം ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ അനുവദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നഫ്സ് പ്രതിഷേധിക്കാൻ തുടങ്ങും. പക്ഷേ ഞാനുമുണ്ടല്ലോ, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ അധികാരങ്ങളും നിലനിൽക്കുന്നുണ്ടല്ലോ എന്നത് മന്ത്രിക്കും. എന്നാൽ ഈ സൂക്തം അഹന്തയ്ക്ക് ഒരിഞ്ചു പോലും ഇടം നൽകുന്നില്ല. അവനല്ലാതെ മറ്റൊരു പരമാധികാരിയില്ല, അവൻ്റേതല്ലാതെ മറ്റൊരു സ്വതന്ത്ര ശക്തിയില്ല എന്ന പ്രഖ്യാപനം നിങ്ങളുടെ ഞാൻ എന്ന ഭാവത്തെ നിഷ്പ്രഭമാക്കുന്നു. അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് നിങ്ങൾ തുടരുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതല്ലെന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അൽ ഹയ്യു ജീവന്റെ ഏക ഉറവിടമാണ്. അൽ ഖയ്യൂം സർവ്വതിനെയും താങ്ങി നിർത്തുന്നവനാണ്. നിങ്ങൾ സ്വയം നിലനിൽക്കുന്നവരല്ല,
അവൻ മിടിപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നത്. അവൻ്റെ ആ താങ്ങുന്ന ശക്തി ഒരു നിമിഷം നീങ്ങിപ്പോയാൽ നിങ്ങൾ വെറും ശൂന്യതയിലേക്ക് തകർന്നു വീഴും. ഇബ്നു അറബി ഈ സൂക്തം പാരായണം ചെയ്തിരുന്നത് അങ്ങേയറ്റം സാവധാനമായിരുന്നു. ഓരോ വാചകത്തിനു ശേഷവും അദ്ദേഹം ദീർഘമായി നിശബ്ദനാകും. ആ ദിവ്യ ഗുണവിശേഷങ്ങൾ തൻ്റെ ബോധത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹം സമയം നൽകി. നിങ്ങൾ ഈ രീതിയിൽ ആയത്തുൽ കുർസിയെ ധ്യാനിച്ചാൽ അത് അഹന്ത താങ്ങി നിർത്തുന്ന ഓരോ തൂണിനെയും വ്യവസ്ഥാപിതമായി തകർക്കുന്നത് കാണാം. ഉടമസ്ഥാവകാശത്തിൻ്റെ തൂൺ, എല്ലാം എൻ്റേതാണെന്ന നഫ്സിൻ്റെ വാദത്തെ അത് തകർക്കുന്നു. അറിവിൻ്റെ തൂൺ, തനിക്കെല്ലാം അറിയാമെന്ന അഹന്തയുടെ മിഥ്യയെ അത് വെളിപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തൂൺ, നാം പൂർണ്ണമായും അവനെ ആശ്രയിച്ചു കഴിയുന്നവരാണെന്ന് അത് ബോധ്യപ്പെടുത്തുന്നു. ശക്തിയുടെ തൂൺ, നഫ്സിൻ്റെ ശക്തി വെറും നിസ്സഹായാവസ്ഥയാണെന്ന് അത് കാട്ടിത്തരുന്നു. ഇങ്ങനെ ഓരോന്നായി അഹന്തയുടെ എല്ലാ അടിത്തറകളും തകരുകയും അവിടെ അല്ലാഹുവിൻ്റെ മഹത്വം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. ആയത്തുൽ കുർസിയുടെ പൊരുളറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ താൻ അനുഭവിച്ചറിഞ്ഞ ഒരു ചെറിയ മരണത്തെക്കുറിച്ച് ഇബ്നു അറബി വിവരിക്കുന്നുണ്ട്. അത് പാരായണം ചെയ്യുന്ന ഒരാളിൽ നിന്ന് പാരായണം തന്നിലൂടെ സംഭവിക്കുന്ന ഒന്നായി മാറുന്ന വിസ്മയകരമായ അവസ്ഥയാണത്. അവിടെ പാരായണം ചെയ്യുന്ന ഞാൻ എന്ന ബോധം മഞ്ഞുതുള്ളി കടലിലെന്ന പോലെ അലിഞ്ഞു പോകുന്നു. അവിടെ ആ സൂക്തം മാത്രം ബാക്കിയാവുന്നു. അതിൻ്റെ അർത്ഥം മാത്രം, അല്ലാഹുവിൻ്റെ അനന്തമായ ഗുണവിശേഷങ്ങൾ മാത്രം അവിടെ പ്രകാശിക്കുന്നു. ഇബ്നു അറബി പഠിപ്പിക്കുന്നു, അഹന്ത എന്നത് കേവലമൊരു നിർമ്മിതിയാണ്. നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ നെയ്തെടുത്ത ഒരു കഥയാണ്. എന്നാൽ ദിവ്യമായ ആ സത്യത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ അവബോധത്തിൽ നിറയുമ്പോൾ ആ പഴയ കഥകൾക്ക് നിലനിൽക്കാനാവില്ല. മറവിയുടെ ഇരുട്ടിലാണ് അഹന്ത, നഫ്സ് ആഹാരം തേടുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങളെയും ഭയങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് മാത്രം ഓർക്കുന്നു. എന്നാൽ ആയത്തുൽ കുർസി എന്നത് സ്മരണയുടെ അത്യുഗ്രമായ ഒരു ഔഷധമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഒരിഞ്ചു പോലും ഇടമില്ലാത്ത വിധം അല്ലാഹുവിനെ അത്രമേൽ തീവ്രമായി ഓർമ്മിപ്പിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് നിർത്തുമ്പോൾ നഫ്സിന് അതിൻ്റെ പിടുത്തം നഷ്ടപ്പെടുന്നു. ചിന്തയില്ലാതെ യാന്ത്രികമായി പാരായണം ചെയ്യുന്നവർക്ക് ഈ ആത്മീയ മരണം അനുഭവിക്കാൻ കഴിയില്ലെന്ന് ഇബ്നു അറബി നിരീക്ഷിച്ചു. അവർക്ക് ആശ്വാസവും സംരക്ഷണവും ലഭിക്കുമായിരിക്കാം, പക്ഷേ അവരുടെ അഹന്ത തകരാതെ അവശേഷിക്കും. കാരണം വാക്കുകൾ കൊണ്ടല്ല, ആ വാക്കുകളുടെ പൊരുൾ ബോധത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. തൻ്റെ ഹൃദയം ഞാൻ വലിയൊരാളാണ് എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നാവുകൊണ്ട് ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്നത് ആത്മീയമായൊരു വേഷം കെട്ടൽ മാത്രമാണ്. എന്നാൽ അവനല്ലാതെ മറ്റാരുമില്ല എന്ന് പാരായണം ചെയ്യുകയും തൻ്റെ അസ്തിത്വം പൂർണ്ണമായും ആ ദിവ്യ ഇച്ഛയിലാണ് താങ്ങി നിർത്തപ്പെടുന്നത് എന്ന് സത്യമായി ദർശിക്കുകയും ചെയ്യുന്ന നിമിഷം അത് വിനയമല്ല, അത് യാഥാർത്ഥ്യത്തിൻ്റെ വെളിപ്പെടലാണ്. ആ യാഥാർത്ഥ്യം ഉദിച്ചുയരുമ്പോൾ എല്ലാ വ്യാജസ്വത്വങ്ങളും കത്തിയമരുന്നു. ആയത്തുൽ കുർസി നിങ്ങളെ സംരക്ഷിക്കുന്നത് കേവലമൊരു മാന്ത്രിക മന്ത്രമെന്ന നിലയ്ക്കല്ല, മറിച്ച് നിങ്ങളുടെ എല്ലാ ദൗർബല്യങ്ങളുടെയും ഉറവിടമായ അഹന്തയെ അതില്ലാതാക്കുന്നതുകൊണ്ടാണ്. പുറത്തുനിന്നുള്ള മിക്ക ഉപദ്രവങ്ങളും നിങ്ങളിലേക്ക് കടന്നുവരുന്നത് നഫ്സ് തുറന്നിട്ട കവാടങ്ങളിലൂടെയാണെന്ന് ഇബ്നു അറബി പഠിപ്പിച്ചു. നിങ്ങളുടെ അഭിമാനം, ആഗ്രഹങ്ങൾ, ആസക്തികൾ, ഭയങ്ങൾ ഇവയ്ക്ക് നേരെ വരുന്ന ആക്രമണങ്ങളാണ് സത്യത്തിൽ നിങ്ങളെ മുറിപ്പെടുത്തുന്നത്. അപമാനം, ആരെങ്കിലും നിങ്ങളെ നിന്ദിക്കുമ്പോൾ വേദന തോന്നുന്നുണ്ടെങ്കിൽ അവിടെ മുറിവേൽക്കാൻ പാകത്തിൽ ഒരഹന്ത നിലനിൽക്കുന്നുണ്ട്. നഷ്ടം, എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടേതാണെന്ന മിഥ്യാബോധമുള്ളതുകൊണ്ടാണ്. ഭയം, മരണത്തെ ഓർത്ത് നിങ്ങൾ വിറയ്ക്കുന്നത് ഈ ശരീരവും മനസ്സും മാത്രമാണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ്. ഈ കവാടങ്ങളെ ഓരോന്നായി അടച്ചുകൊണ്ടാണ് ആയത്തുൽ കുർസി നിങ്ങൾക്ക് കാവലാകുന്നത്. നിങ്ങളുടെ അഹന്ത തകർക്കപ്പെട്ടാൽ പിന്നെ ആർക്കാണ് നിങ്ങളെ ആക്രമിക്കാൻ കഴിയുക? ഒന്നും നിങ്ങളുടേതല്ലെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ എന്ത് നഷ്ടപ്പെടാനാണ്? നിങ്ങൾക്ക് സ്വന്തമായൊരു അസ്തിത്വം പോലും ഇല്ലെന്ന് തിരിച്ചറിയുന്നവനെ മരണം എങ്ങനെ ഭയപ്പെടുത്താനാണ്? ഈ സൂക്തം നിങ്ങളെ തൊടാൻ കഴിയാത്ത ഇൻവിൻസിബിൾ എന്നൊരു ബോധാവസ്ഥയിലേക്ക് ഉയർത്തുന്നു. ഇത് നിങ്ങളെ ഒരു കവചത്തിനുള്ളിൽ ഒളിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളെ സ്പർശിക്കാൻ അവിടെ ഒരു വ്യാജ വ്യക്തിത്വം ബാക്കി വയ്ക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ജിന്നുകളായാലും കണ്ണേറായാലും ഇരുണ്ട ഊർജങ്ങളായാലും അവയൊക്കെ അഹങ്കാരത്തിൻ്റെ പ്രകമ്പനങ്ങളിലാണ് ആകർഷിക്കപ്പെടുന്നത് എന്ന് ഇബ്നു അറബി വിശദീകരിക്കുന്നു.
അഹങ്കാരം, ഭയം, ആഗ്രഹം എന്നീ വികാരങ്ങളിലാണ് അത്തരം തിന്മകൾ പോഷണം കണ്ടെത്തുന്നത്. എന്നാൽ ഒരാൾ ആയത്തുൽ കുർസി അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പാരായണം ചെയ്യുമ്പോൾ അയാളുടെ ആത്മീയ മുദ്ര, സ്പിരിച്വൽ സിഗ്നേച്ചർ മാറുന്നു. അയാൾ പിന്നെ പുറപ്പെടുവിക്കുന്നത് അഹങ്കാരത്തിൻ്റെ തരംഗങ്ങളല്ല, മറിച്ച് ദിവ്യത്വത്തിൻ്റെ പ്രകാശമാണ്. ആ ദിവ്യപ്രകാശത്തെ സ്പർശിക്കാൻ ഒരു തിന്മയ്ക്കും സാധിക്കില്ല. അഹന്തയെ അലിയിച്ചു കളയാനുള്ള ഒരാത്മീയ പരിശീലനമായിട്ടാണ് ആയത്തുൽ കുർസിയെ ഇബ്നു അറബി കണ്ടത്. ഈ സൂക്തം 3 ഘട്ടങ്ങളിലായി പാരായണം ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം മാറിക്കൊണ്ടിരിക്കണം. 1-ാം പാരായണം, ശൂന്യതയിലേക്കുള്ള മടക്കം. ആദ്യ തവണ പാരായണം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഒന്നില്ലായ്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ വാദ്യം ഉച്ചരിക്കുമ്പോഴും നിങ്ങളുടെ പരിമിതികളെയും അറിവില്ലായ്മയെയും നിസ്സഹായതയെയും ബോധപൂർവം അംഗീകരിക്കുക. നിങ്ങൾ എത്രമാത്രം ചെറുതാണെന്ന് ഓരോ വാക്കിനൊപ്പമും അനുഭവിച്ചറിയുക. ആ ദിവ്യപ്രഭയ്ക്കു മുന്നിൽ നിങ്ങളുടെ അഹന്തയുടെ കിരീടം അഴിഞ്ഞു വീഴട്ടെ. ആ സൂക്തം നിങ്ങളെ വിനീതനാക്കി മാറ്റട്ടെ. 2-ാം പാരായണം, ദിവ്യപ്രഭയിൽ ലയിക്കൽ. 2-ാമത്തെ തവണ നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും മറന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളിൽ മാത്രം മുഴുകുക. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, സർവത്തിനെയും താങ്ങി നിർത്തുന്നവൻ, അത്യുന്നതൻ, മഹാൻ എന്നീ അർത്ഥങ്ങൾ നിങ്ങളുടെ അവബോധത്തിൽ നിറയട്ടെ. നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രപഞ്ചത്തിൽ സൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ മഹാസത്യങ്ങൾക്ക് സാക്ഷിയാവുക മാത്രം ചെയ്യുക. 3-ാം പാരായണം, ഏകത്വത്തിൻ്റെ സാക്ഷ്യം, തൗഹീദ്. അവസാന പാരായണത്തിൽ ഏകത്വത്തിൽ ലയിക്കുക. അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളും പ്രപഞ്ചത്തിലെ പ്രകടനങ്ങളും തമ്മിൽ വേർതിരിവില്ലെന്ന് കാണുക. ആകാശഭൂമികളെ പൊതിഞ്ഞു നിൽക്കുന്ന ആ കുർസിയുടെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങളെന്ന് തിരിച്ചറിയുക. പരിപാലിക്കപ്പെടുന്നവയിൽ ഒന്നായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഈ ഘട്ടത്തിൽ പാരായണം ചെയ്യുന്നവനും പാരായണം ചെയ്യപ്പെടുന്നതും തമ്മിലുള്ള വിടവ് ഇല്ലാതാവുകയും നിങ്ങൾ ആ ദിവ്യമായ താളത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. തുടർച്ചയായ 40 ദിവസങ്ങൾ ഈ ബോധത്തോടെ നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതം ഒരു വലിയ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് ഇബ്നു അറബി ഉറപ്പിച്ചു പറയുന്നു. ഇത് കേവലം ഒരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് നിങ്ങളുടെ ബോധത്തെ അഹന്തയുടെ തടവറയിൽ നിന്ന് യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നിങ്ങൾ തന്നെ വഴി നടത്തുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സായന്തനത്തിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: ആയത്തുൽ കുർസി അഹന്തയെ തകർക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ തകർച്ചയ്ക്ക് താഴെ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ നിങ്ങളെ അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പലരും അഹന്തയുടെ മരണത്തെ ഭയപ്പെടുന്നു. ആ ഞാൻ എന്ന ഭാവം ഇല്ലാതായാൽ തങ്ങൾ തന്നെ ഇല്ലാതാകുമെന്ന് അവർ ഭയപ്പെടുന്നു. എന്നാൽ ഇബ്നു അറബി കണ്ടെത്തിയത് മറ്റൊന്നാണ്. അഹന്തയുടെ കപടമായ ആ മൂടുപടം അഴിഞ്ഞു വീഴുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം പുറത്തുവരുന്നത്. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന, മരണത്തിനു ശേഷവും ബാക്കിയാകുന്ന ആ ശുദ്ധമായ ചൈതന്യമാണത്. ആയത്തുൽ കുർസി എന്നത് വ്യാജമായ അടരുകളെ കരിച്ചുളഞ്ഞ് ഉള്ളിലെ തങ്കത്തെ പുറത്തെടുക്കുന്ന ഒരു ദിവ്യ അഗ്നിയാണ്. ഈ പ്രക്രിയ നഫ്സിന് ഒരു നാശമായി തോന്നാം, എന്നാൽ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോചനമാണ്. നിങ്ങൾ ഇവിടെ ഇല്ലാതാക്കപ്പെടുകയല്ല, മറിച്ച് യഥാർത്ഥ രൂപത്തിൽ പുനർജനിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ അത് വെറുമൊരു ശീലമാക്കി മാറ്റരുത്. ധൃതിയിൽ ഓതി തീർക്കാനുള്ള വരികളല്ല ഇത്. ഇതിനെ നിങ്ങളുടെ സ്വന്തം അഹന്തയുമായുള്ള ഒരു സംഭാഷണമായി കാണുക. ഓരോ വാചകവും നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അമിത വിശ്വാസങ്ങളെ വെല്ലുവിളിക്കട്ടെ. ആ പഴയ ഞാൻ തകരുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിലേക്കുള്ള തുടക്കമാണ്. ആയത്തുൽ കുർസി എന്നത് ഒരു സൂക്തത്തിൽ ഒളിപ്പിച്ചുവെച്ച പ്രപഞ്ച സത്യമാണ്. നിങ്ങളുടെ ആത്മാവ് കാത്തിരുന്ന ആ ദിവ്യ ഔഷധം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം കണ്ടത് വെറുമൊരായത്തിൻ്റെ വിശദീകരണമല്ല, മറിച്ച് ഒരാത്മീയ ശസ്ത്രക്രിയയുടെ പ്രക്രിയയായിരുന്നു. ആയത്തുൽ കുർസി നിങ്ങളെ പുറത്തെ ഇരുട്ടിൽ നിന്ന് മാത്രം സംരക്ഷിക്കുന്ന ഒന്നല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ഇരുട്ടിനെ, നിങ്ങളുടെ അഹന്തയെ ദിവ്യപ്രകാശത്തിലേക്ക് വലിച്ചുകൊണ്ടുവരുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ഈ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അത് ധൃതിയിൽ ഓതിത്തീർക്കാനുള്ള ഒന്നായി കാണരുത്. ഓരോ വാക്കും നിങ്ങളുടെ ഞാൻ എന്ന ഭാവത്തോട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്നുച്ചരിക്കുമ്പോൾ ആ ഏകത്വത്തിൻ്റെ ഗാംഭീര്യത്തിൽ നിങ്ങളുടെ ഹൃദയമൊന്നു വിറയ്ക്കട്ടെ. വസിയ കുർസിയുഹു സമാവാതി വൽ അർദ് എന്നോതുമ്പോൾ ഈ പ്രപഞ്ച വിശാലതയിൽ നിങ്ങളുടെ ചെറുപ്പം നിങ്ങളെ വിനീതനാക്കട്ടെ. ഓർക്കുക, അഹന്തയുടെ മരണം ഒരു നഷ്ടമല്ല, അത് യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കമാണ്. മഹാനായ ഇബ്നു അറബി സൂചിപ്പിച്ചതുപോലെ ആയത്തുൽ കുർസി നിങ്ങളുടെ അഹന്തയെ തകർക്കുക മാത്രമല്ല ചെയ്യുന്നത്,
ആ തകർച്ചയ്ക്ക് താഴെ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സത്തയെ അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ആയത്തുൽ കുർസി വെറുമൊരു ശീലമല്ല, അതൊരു സാക്ഷ്യമാണ്, ഒരു പൂർണ്ണ സമർപ്പണമാണ്, ഒരു മോചനമാണ്. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ നൂറാൽ, പ്രകാശത്താൽ നിറയ്ക്കട്ടെ, നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിക്കട്ടെ. ആയത്തുൽ കുർസിയുടെ സത്യം വെറും നാവിലൊതുക്കാതെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറക്കിവെക്കാൻ അവൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.